16-ാം തീയതി വന്നപ്പോൾ അഡ്മിറ്റ് ആക്കി. എന്നിട്ട് പറഞ്ഞ് ഇന്നലെ സിസേറിയൻ ചെയ്യുമെന്ന് പറഞ്ഞ്, സിസേറിയനല്ല പ്രസവം നടത്തുമെന്ന് പറഞ്ഞ് 11 മണിക്ക് പ്രസവമെന്ന് പറഞ്ഞ്. അപ്പോഴ് 11 മണിക്ക് ഞങ്ങൾ ചോദിച്ചപ്പം പറഞ്ഞ് 12 മണിക്കകം 11-12 മണിക്കകം സിസേറിയൻ ചെയ്യും, പ്രസവിക്കാൻ പറ്റുന്നില്ലെങ്കിൽ സിസേറിയൻ ചെയ്യുമെന്ന് പറഞ്ഞ്. എന്നിട്ട് ഇവർ 2:20-നാണ് ഇവിടെ നിന്ന് കൊണ്ടുപോയത്. നല്ല സ്പീഡിന് കൊണ്ടുപോയി. 5 മിനിറ്റ് പോലും ആയില്ല അവിടെ നിന്ന് പ്രസവ മുറിയിൽ നിന്ന് സിസേറിയൻ ചെയ്യാൻ തിയേറ്റർ വരെ കൊണ്ടുപോയത്. 5 മിനിറ്റിനകം ഇവർ അനസ്തേഷ്യ 5 മിനിറ്റിനകം കൊടുത്ത്, എങ്ങനെയാണെന്ന് എനിക്ക് അറിഞ്ഞു. അനസ്തേഷ്യ കൊടുത്ത് 5-10 മിനിറ്റിനാകുമ്പോഴാണ് ശരീരത്തിൽ മരവിപ്പ് തുടങ്ങുന്നത്. 5 മിനിറ്റിനകം ഇവർ സിസേറിയനും കഴിഞ്ഞു. 2:25 ആയപ്പോൾ എല്ലാം കഴിഞ്ഞു. അവർ ജോലിയിൽ നിന്ന് പുറത്താക്കണം. ഞങ്ങൾക്കുള്ള ഏതായാലും കുഞ്ഞു പോയി, ഇനി കിട്ടാൻ പോകണില്ല. അത് ഇനി മറ്റുള്ള കുട്ടികൾക്ക് ഇത് വരാതിരിക്കാനാണ്. അവർ പുറത്താക്കില്ലെന്നാണ് പറയണത്. അവധി പോയെങ്കിൽ 2-3 ദിവസം കഴിയുമ്പോൾ അവർ ഇതിന് തിരിച്ചെടുക്കും. പിന്നെ ഇവരിതെല്ലാം ചെയ്യണം. അവർ ധാഷ്ട്യം നേരിട്ടൊന്ന് കാണുമ്പോഴേ അവർ ധാഷ്ട്യം മനസ്സിലാക്കുള്ളൂ പറ്റുള്ളൂ. ഇത്രയും അഹങ്കാരം പിടിച്ച ഡോക്ടർമാരുണ്ടാകുന്നതാണ്. ഒരു കുഴപ്പമില്ല. അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ ഈ 2:20 വരെ വെച്ചോണ്ടിരിക്കുമായിരുന്നാ. SITയിൽ അങ്ങോട്ട് കൊണ്ടുപോകാൻ പറയില്ല, അല്ലെങ്കിൽ C സെക്ഷൻ ചെയ്യാമായിരുന്നല്ലോ പെട്ടെന്ന്. അനസ്തേഷ്യ 5 മിനിറ്റ് മുന്നേ അനസ്തേഷ്യ കൊടുത്ത് 5 മിനിറ്റിനകം തന്നെ ഇവരെ മരവിപ്പ് അത്ര ഹൈ ഡോസ് കൊടുത്തായിരിക്കും ഇത്ര പെട്ടെന്ന് സിസേറിയൻ ചെയ്തെടുത്തത്. 5 മിനിറ്റ് ആയേ ഉള്ളൂ. 2:20-ന് ഇവിടെ നിന്ന് എടുത്ത് ആ വണ്ടി അവിടെ കൊണ്ടുപോയി അവളെ ചെന്ന ഉടനെ ഇഞ്ചക്ഷൻ വെച്ച്. നടത്തിയില്ല. ഡോക്ടർ പിന്നെ ഞങ്ങൾ കണ്ടില്ലല്ലോ. ഡോക്ടർ പിന്നെ ഒളിച്ചു പോയല്ലേ ചെയ്തത്. ഇവിടെ ചെന്നപ്പോൾ ഞങ്ങൾ കയറ്റി വിട്ടില്ല. സംശയം ചോദിക്കാൻ പറ്റൂല, ഒന്നും പറ്റൂല. 11 മണിയാകുമ്പോഴും ഇത് സിസേറിയൻ ചെയ്യാന്നാണ് പറഞ്ഞത്. ഇവരെ കണ്ടില്ലല്ലോ. ഇവര് PG ഡോക്ടറെയും കൂടെയാണ് വെച്ചത്. ഇവര് വാതിൽ നിൽക്കും, PG ഡോക്ടറാണ് ബാക്കി കാര്യങ്ങൾ. 2:20 വരെ PG ഡോക്ടർ പഠിച്ച് എന്താണ് പ്രസവം എന്ന് പഠിച്ചിട്ടാണ് 2:20 കഴിഞ്ഞപ്പോഴാണ് ഇവർക്ക് വെപ്രാളം. ആ സമയത്ത് ബ്ലഡിന് വരെ ഇവരെ ഓട്ടം. കുറച്ചും കൂടെ കഴിഞ്ഞെങ്കിൽ ബ്ലഡും കൂടെ കിട്ടിയില്ലായിരുന്നു ഈ അമ്മയും മരിക്കുമായിരുന്നു. അത്രയ്ക്ക് വെപ്രാളമായിരുന്നു ഇവർ കാണിച്ചത്. ഇപ്പം പറയണ 36 വയസ്സിൽ പ്രസവിക്കാൻ പറ്റൂല എന്നാണ് പറയുന്നത്. അങ്ങനെ അത്രയും കോംപ്ലിക്കേഷൻ അവർക്ക് തോന്നിയിരുന്നെങ്കിൽ കൃത്യമായിട്ട് അവർക്ക് SITയിൽ അങ്ങോട്ട് റെഫർ ചെയ്യാമായിരുന്നല്ലോ ഞങ്ങളെ. ഇവിടെ തന്നെ കാണിച്ചത്. ഒരു കുഴപ്പവും പറഞ്ഞിരുന്നെങ്കിൽ ഇവർ ഇത്രയും സമയം ഇട്ടിരിക്കില്ലായിരുന്നല്ലോ. അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ ഞങ്ങൾക്കും ഒരു കുഴപ്പവും ഇല്ലെന്നാണ് പറഞ്ഞത്. ഇവിടെ നിന്ന് ചെന്ന് അവള് അനസ്തേഷ്യ കൊടുക്കാൻ വേണ്ടി കൈ ഇങ്ങനെ വെക്കാൻ പറഞ്ഞു. എല്ലാം ചെയ്ത് പെട്ടെന്ന് ഇങ്ങനെ എടുത്തു. അപ്പോൾ കുഞ്ഞ് കരഞ്ഞ്. എടുത്തപ്പോൾ കുഞ്ഞ് കരഞ്ഞെന്ന് പറഞ്ഞു. അത്രേ പറഞ്ഞുള്ളൂ. പിന്നെ എനിക്ക് അധികം സംസാരിക്കാൻ പറ്റാത്ത ഒരവസ്ഥ. ഇവരെ അകത്ത് ഞങ്ങൾ കയറ്റി വിടണ്ടേ? എന്നിട്ട് ഇവർക്കൊരു വെപ്രാളം വരുന്നു. ഇവർക്ക് ആ വെപ്രാളം ഇവർ 1 മണിക്കൂർ മുന്നേ കാണിച്ചെങ്കിൽ കൊച്ചു മരിക്കൂലായിരുന്നു. ഇവർക്ക് കാര്യം മനസ്സിലായി. ഇവിടെ നിന്നായപ്പോൾ എല്ലാ കാര്യം മനസ്സിലായാണ് പെട്ടെന്ന് പോയത്. അല്ലെങ്കിൽ 5 മിനിറ്റ് അവർ ചെയ്യൂലായിരുന്നു. പേര് ഗ്രീഷ്മ. കുഞ്ഞിന്റെ പിതാവിന്റെ